അരവിന്ദ് കെജ്രിവാൾ പുറത്തേക്കിറങ്ങാൻ അവസരം ഒരുങ്ങുമ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുള്ള അവസരം വരുമ്പോൾ ഇപ്പോൾ ആം ആദ്മി പാർട്ടി വാർത്താസമ്മേളനം നടത്തുകയാണ്. അതീവ സന്തോഷത്തിലാണ്, ആഘോഷത്തിലാണ് പ്രവർത്തകരുള്ളത്. पूरी दिल्ली ही नहीं पूरा देश खुश है, इस बात से प्रफुल्लित है कि इन विपरीत परिस्थितियों में भी भारत के अंदर हमारे स्वतंत्रता संग्राम सेनानियों के कुर्बानी के दम पर जो संविधान मिला, लोकतंत्र के जो अलग अलग स्तंभ बने, आज भी इस तानाशाही के अंधकार युग में भी अपनी भूमिका को निभाए हैं. इसके लिए तहे दिल से बहुत बहुत शुक्रिया. ये सत्य की जीत हुई है, क्योंकि जिस तरह से बिना किसी सबूत के, बिना किसी FIR के, जिस तरह से अचानक उठा करके मुख्यमंत्री जी को जेल में डाला गया, आज सुप्रीम कोर्ट के अंतरिम बेल मिलने से एक बात साबित हुई है कि आज सत्य की जीत हुई है और लोगों में एक उम्मीद की किरण बंधी है. मैं पूरे दिल्ली के लोगों से, देश के लोगों से एक ही बात कहना चाहता हूं कि जो इस देश के अंदर हम सब ने मिलकर के लोकतांत्रिक तरीके से, संवैधानिक तरीके से, वोट की ताकत से इस देश से तानाशाही को खत्म करने का, संविधान को बचाने का, लोकतंत्र को बचाने का जो अभियान चलाया है, अरविंद केजरीवाल जी के बाहर आने से ये और मजबूत होगा. पूरा देश मिलकर के इस लड़ाई को लड़ेगा और इस देश के अंदर लोकतंत्र को और संविधान को बचा करके इस देश को और मजबूत करेगा. तो मैं पुनः सभी लोगों को बधाई भी देना चाहता हूं और खास तौर से सुप्रीम कोर्ट का धन्यवाद करना चाहता हूं. मैं चाहूंगा कि आतिशी जी ആം ആദ്മി പാർട്ടി നേതാക്കളുടെ വാർത്താ സമ്മേളനമാണ് കണ്ടത്. കോടതി വിധിയിൽ അതീവ സംതൃപ്തി രേഖപ്പെടുത്തുന്നു, നന്ദി രേഖപ്പെടുത്തുന്നു ആം ആദ്മി പാർട്ടി നേതാക്കൾ. അങ്ങനെ കോടതിയിൽ നിന്നുള്ള ഉത്തരവ് വലിയ ആശ്വാസമാണ് ആപ്പിനെ സംബന്ധിച്ചോളം. ഇന്ത്യ മുന്നണി പ്രതിപക്ഷ നേതൃത്വത്തെ സംബന്ധിച്ചോളം വലിയ ആശ്വാസമായി അവർ കാണുകയാണ്. ഇടക്കാല ജാമ്യമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ നിന്നും അരവിന്ദ് കെജ്രിവാളിന് 50 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ഇന്ന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അരവിന്ദ് കെജ്രിവാളിന് ജയിലിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് നേരത്തെ അഭിഭാഷകരൊക്കെയും പങ്കുവച്ചത്. അങ്ങനെ വ്യവഹാരത്തിൻ്റെ നാൾവഴികളിൽ 50ാമത്തെ ദിവസം ഇപ്പോൾ കെജ്രിവാളിന് ആശ്വാസം ലഭിക്കുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങാനുള്ള അവസരം കൂടി ഒരുങ്ങുകയാണ്. ബസന്ത് ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. ബസന്ത്, ഈ സുപ്രീം കോടതി ഏതെങ്കിലും രീതിയിലുള്ള മറ്റ് നിരീക്ഷണങ്ങളോ അല്ലെങ്കിൽ നേരത്തെ തന്നെ ഈ വാദഘട്ടത്തിലൊക്കെ തന്നെ പല നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ വിധി വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ വ്യവസ്ഥകൾ ഈ ജാമ്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്? എന്തൊക്കെയാണ് വിവരങ്ങൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്? പ്രതീക്ഷ, പ്രധാനമായും 5 കാര്യങ്ങളാണ് സുപ്രീം കോടതി ജാമ്യം നൽകുന്നതിന് പറഞ്ഞിട്ടുള്ളത്. 1, ഇടക്കാല ജാമ്യം നൽകുന്നു. 2, 21 ദിവസത്തെ ഇടക്കാല ജാമ്യം മാത്രമാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വ്യത്യാസമൊന്നും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിൽ, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല. മറ്റ് കേസുകളുമായി ഇതിനെ താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. 4, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് രജിസ്റ്റർ ചെയ്തത് 2022 മാർച്ച് 20, 2024 അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. 1.5 കൊല്ലം ഈ നിലയിൽ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ നേരത്തെ അറസ്റ്റ് ചെയ്തില്ല? അല്ലെങ്കിൽ അതിനു മുമ്പോ അതിനുശേഷമോ നിങ്ങൾ അത് ചെയ്തില്ല എന്നുള്ളത്. 21 ദിവസം കൊണ്ട് എന്തെങ്കിലും മാറ്റം ഈ കേസിൽ ഉണ്ടാകും എന്ന് ഞങ്ങൾ കരുതുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇടക്കാല ജാമ്യം സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് നൽകിയിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെതിരെ ഒരു മൊഴി മാത്രമാണുള്ളത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റിലേക്ക് നീങ്ങിയത്. അതോടൊപ്പം തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമവുമായി ബന്ധപ്പെട്ട PMLA ആക്ടിലെ ഒരു വകുപ്പ് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനറെ കസ്റ്റഡിയിലെടുത്തത്. അതായത് ഈ കോഴപ്പണം ലഭിച്ചത് ആം ആദ്മി പാർട്ടിക്കാണ്. ആം ആദ്മി പാർട്ടിയുടെ നേതാവെന്നുള്ള നിലയ്ക്ക് ഈ കോഴപ്പണത്തിന്റെ ഉപയോഗവും അദ്ദേഹം തന്നെയാണ് നടത്തിയത് എന്നുള്ള ഒരു വ്യാഖ്യാനം കൊണ്ടുവന്നിട്ടാണ് അറസ്റ്റ് നടന്നത്. 2, ഗോവ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ പണം ചെലവഴിച്ചിട്ടുണ്ട്. ഗോവയിൽ
തെരഞ്ഞെടുപ്പ് നടത്തുന്ന സമയത്ത് പ്രചാരണത്തിന് പോയ അരവിന്ദ് കെജ്രിവാൾ അവിടെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ചിരുന്നു. അതിന്റെ ഏകദേശം 1 ലക്ഷത്തിലധികം വരുന്ന ബില്ലുകളൊക്കെ എടുത്തിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ഇടനിലക്കാരനാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇവയെല്ലാം തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ടും ഇതൊരു അസാധാരണമായ സാഹചര്യമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുമാണ് സുപ്രീം കോടതി ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് കോടതി വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇടക്കാല ജാമ്യം നൽകിയിരിക്കുന്നത്. ജൂൺ 1 വരെയാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള ഔദ്യോഗികമായ ചുമതലകളൊന്നും വഹിക്കരുത് എന്നുള്ളതും അദ്ദേഹം കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്.